ശ്രീ എ റഹീം ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി ചേരുന്നുണ്ട്. ശ്രീ റഹീം, നിങ്ങളിപ്പോൾ ഒരു സർക്കാർ എന്ന നിലയിൽ നേരിടുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. ഒന്ന്, സംസ്ഥാന സർക്കാരുകൾക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇതൊരു കേന്ദ്ര നിയമമാണ്. കൂടാതെ ഇതിന്റെ നടത്തിപ്പ് ചുമതലയിലും ഒരു നിരീക്ഷണ സ്ഥാനം എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാതിനിധ്യവും സംസ്ഥാന സർക്കാരിന് ഈ ചട്ടങ്ങൾ നൽകുന്നുമില്ല. പിന്നെ എന്ത് പ്രതിരോധമാണ് ഇവിടെ നടക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, പൗരത്വ ഈ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഇവിടെ ഉണ്ടായല്ലോ. അതിലെ കേസുകളുടെ കാര്യത്തിൽ 2020 മുഖ്യമന്ത്രി നൽകിയ വാഗ്ദത്തം എന്തുകൊണ്ട് ഇപ്പോഴും കടലാസിന്റെ വില പോലും ഇല്ലാതെ നിൽക്കുന്നു? രണ്ടിനുമുള്ള മറുപടി. ഒന്നാമത്തെ കാര്യം, സംസ്ഥാനങ്ങൾക്ക് ഇതിനകത്ത് റോളുണ്ട്. റോളില്ല എന്നെല്ലാം വെറുതെ പറയുന്നതാണ്. സ്റ്റേറ്റിൻ്റെ റോളെന്നത് ഒന്നാമത്തെ കാര്യം ഇത് ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സുപ്രീം കോടതിയെ ഇക്കാര്യത്തിൽ സമീപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പ്രത്യേക നിയമസഭാ സഭയെല്ലാം വിളിച്ച് പ്രമേയം ഇക്കാര്യത്തിൽ പാസ്സാക്കിയത്. അതൊന്നും ചെറിയ കാര്യങ്ങളല്ല, സ്റ്റേറ്റിൻ്റെ റോളാണ്. സ്റ്റേറ്റിന് റോളുള്ളത് കൊണ്ടാണ്. എങ്ങനെയാണ് സ്റ്റേറ്റിന് റോൾ വരുന്നത്? ഭരണഘടനാപരമായ തത്വങ്ങൾക്കുമേലുള്ള കടുത്ത ലംഘനമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം 2019 ഇവർ കൊണ്ടുവന്നത്. ഇപ്പോൾ കൊണ്ടുവന്ന ചട്ടങ്ങൾ നമ്മുടെ ആർട്ടിക്കിൾ 40 ആർട്ടിക്കിൾ 21 ഒക്കെ ലംഘനമാണ്. അപ്പോൾ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ഒരു സംസ്ഥാന സർക്കാരിന് ഇതു സംബന്ധിച്ച് ചലഞ്ച് ചെയ്യാനുള്ള ലീഗൽ റൈറ്റ് ഉണ്ട്. ആ ലീഗൽ റൈറ്റാണ് ഞങ്ങൾ സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തിലൂടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, മുഖ്യമന്ത്രി തീർച്ചയായും ഇക്കാര്യത്തിലെടുക്കുന്ന ഒരു സമീപനം ഈ രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ജനവിഭാഗങ്ങൾക്ക്, മതനിരപേക്ഷ വിശ്വാസികൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 3, ഗവൺമെൻറ് എടുക്കുന്ന ഈ സമീപനം, ഈ കർശനമായ ഇത്തരം നിലപാടുകൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കും ആത്മവിശ്വാസം പകരുന്നതാണ്. ഇനി ഇത് നടപ്പിലാക്കുന്ന രീതിയിലേക്ക് വന്നാൽ, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വരുത്താനിരിക്കുന്ന ഈ 2 കാര്യങ്ങളുണ്ടല്ലോ, 3 കാര്യങ്ങളാണല്ലോ ഇതിൽ കാണേണ്ടത്. NRC ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാം സംസ്ഥാന ഗവൺമെൻറ് റോള് അത് നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, കുറേ കാലങ്ങൾക്ക് മുമ്പല്ലേ കേരളത്തിൽ തടങ്കൽ പാളയങ്ങൾ പണിതുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പ്രതിപക്ഷം തന്നെ വ്യാജ ആരോപണം കൊണ്ടുവന്ന് ഓർമ്മയില്ലേ? അതെന്താണെന്ന് പിന്നീട് നമ്മൾ വ്യക്തമാക്കിയല്ലോ. അപ്പോൾ സംസ്ഥാനങ്ങൾക്കിതിൽ റോളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതില്ല. ഇതിൽ സംസ്ഥാനത്തിന് റോളുണ്ട്. സംസ്ഥാനത്തിന് ഇത് സംബന്ധിച്ച് ചലഞ്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. രാജ്യത്തിനാകെ ആത്മവിശ്വാസം പകരുന്ന ഒരു ഗവൺമെൻറ്റായി, മാതൃകയുള്ള ഗവൺമെൻറ്റായി, ഇച്ഛാശക്തിയുടെ ഗവൺമെൻറ്റായി പിണറായി വിജയൻ സർക്കാർ മാറുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത് എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. എന്നിട്ടൊരു കാര്യം എനിക്ക് പറയാൻ കൂടിയുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിന് കൂടി സമയം തരണം. ഈ കേസുകളെ സംബന്ധിച്ചാണ് ഇവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ശരിയായ ഫിഗർ ഞാൻ തിരക്കിയിരുന്നു. ഇപ്പോഴും അത് ലഭിച്ചിട്ടില്ല. കിട്ടുകയാണെങ്കിൽ ഞാനത് പറയാം. ഇത് വെറുതെ അങ്ങ് കാടടച്ച് വെടിവെക്കുകയാണ്. യാഥാർത്ഥ്യങ്ങളിലും ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ് CAA-ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. അത് നിലപാട് ശക്തിയല്ല, ആത്മാർത്ഥതയില്ല എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ്സിന് എന്തെങ്കിലും ചെയ്യണം. അതിന് കോൺഗ്രസ് ഉയർത്തുന്ന ഒരു ആരോപണമാണ് ഈ കേസുകളൊക്കെ എങ്കിൽ പിൻവലിക്കണ്ടേ, എന്തുകൊണ്ട് പിൻവലിച്ചില്ല? എന്താ കേസ് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യം? വേണു, ഇതുമാത്രമല്ല, ഏത് കേസുമാകട്ടെ, ഏത് കേസും ഗവൺമെൻറ് പിൻവലിക്കണമെന്ന് തീരുമാനിച്ചാലും ആ കേസുകളുടെ കൂട്ടത്തിൽ ചില പ്രത്യേക സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കപ്പെടുകയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും കർശനമായ ഡയറക്ഷനുണ്ട്. ചില ഗണത്തിൽപ്പെട്ട ചില വകുപ്പുകളിൽപ്പെടുന്ന കേസുകൾ പിൻവലിക്കാൻ സ്റ്റേറ്റിന്, ഭരണകൂടത്തിന്, ഗവൺമെൻറ്റിന് അധികാരമില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. പൊതുമുതൽ നശിപ്പിച്ച കേസ്, പോലീസുകാർക്കെതിരായ ആക്രമണ സ്വഭാവമുള്ള കേസ്, അങ്ങനെ പലതരത്തിലുള്ള കേസുകളുണ്ട്. അപ്പോൾ എക്സ്പ്ലോസീവ്, ഇങ്ങനെയുള്ള കേസുകൾ, അപ്പോൾ ഇത്തരം കേസുകളുണ്ട്. ഈ പൊതുമുതൽ നശീകരണമുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അത്തരം ആ ഗണത്തിൽപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും മാർഗനിർദ്ദേശങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ആ പരിധിയിൽപ്പെടുന്ന കേസുകൾ പിൻവലിക്കപ്പെടുക സാധ്യമല്ല. 1. ഇനി പിൻവലിക്കപ്പെടാൻ പറ്റുന്ന കേസുകളുണ്ടല്ലോ, അത് ഗവൺമെൻറ് പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, അതിൻ്റെതായ ഒരു സമയക്രമമുണ്ട്. വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായി നടക്കുന്ന ഒരു കാര്യമല്ല അത്. എന്തായാലും ഇതിപ്പോ മറുപടി പറയേണ്ട ഒരു നിർബന്ധ സാഹചര്യം എത്തിയെന്നതിന്റെ തെളിവ് തന്നെയാണ് ഇന്നലെ MV ഗോവിന്ദന് പ്രതികരിക്കേണ്ടി വന്നത്. അദ്ദേഹം പറയുകയാണ് 249ഓളം കേസുകൾ ഇപ്പോൾ റദ്ദാക്കപ്പെടും, അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഇതിലിപ്പോ
ഇപ്പോൾ ഈ പറയുന്ന NSSുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എത്ര അതിവേഗമാണ് നടപടികളിലേക്ക് പോയത്, കേസെടുത്തതും അതുപോലെ തന്നെ അത് പിൻവലിക്കുന്നതിലും രണ്ടിലും ഉത്സാഹം വളരെ പ്രകടമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യം എവിടെയാണ് നിങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്? അതും പ്രധാനമാണ്. ഈ പ്രോസസ്സിന്റെ കാര്യത്തിലേക്ക് മാത്രമായി ചുരുക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി, അങ്ങീ പറഞ്ഞ സുപ്രീം കോടതിയുടെ ഈ പറയുന്ന വ്യവസ്ഥകൾക്കൊക്കെ വിധേയമായിട്ട് വേണമല്ലോ തമിഴ്നാടും പ്രവർത്തിക്കാൻ. അവിടെയും ഈ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടായല്ലോ. ഒറ്റ കേസില്ല. ഇന്നിപ്പോൾ ഒരു മാധ്യമം അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ആ വരി ഞാൻ വായിക്കാം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിൽ തമിഴ്നാട്ടിലെടുത്ത എല്ലാ കേസുകളും സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാർ പിൻവലിച്ചിരുന്നു. എന്തേ നിങ്ങളെല്ലാവരും ഈ പറയുന്ന രൂപത്തിൽ ഒരേ നിലപാടുമായി ശക്തമായി BJPയെ പ്രതിരോധിക്കുകയല്ലേ ഈ വിഷയത്തിലടക്കം? ഇവിടെ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇത് ചെയ്യാൻ കഴിയുന്നു സ്റ്റാലിന്, ഇവിടെ പിണറായിക്ക് മാത്രം ഇതൊന്നും അസാധ്യമാകാത്തൊരു പ്രോസസ്സ് തടസ്സമായി നിൽക്കുന്നത്? കഴിഞ്ഞോ? ഇനി ഇടയ്ക്ക് ഇടപെടരുത്. വേണു മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചർച്ചയുടെ ഗോൾ പോസ്റ്റ് എടുത്ത് മാറ്റിവെക്കരുത്. അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് ഒരു ഗുരുതരമായ പ്രശ്നമായി നിൽക്കുന്നു. രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം തന്നെ ഇല്ലാതാകുന്നു. ജനിച്ചതിൻ്റെ പേരിലല്ല പൗരത്വത്തിന് മതം മാനദണ്ഡമാകുന്നു. ആ ഗുരുതരമായ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സമീകരിക്കാൻ ശ്രമിക്കുന്നത്, ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? വേണു പറഞ്ഞു വരുന്നത് എന്താണ്? അല്ലെങ്കിൽ കോൺഗ്രസ് ആരോപിക്കുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റും കേരളവും ഒരുപോലെയാണ് എന്നാണോ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്? അല്ല, ഇവിടെ ഇപ്പോൾ ഉയരുന്ന ചോദ്യമാണ്, അതാര് ചോദിക്കുന്നു എന്നതല്ല, അങ്ങനെയെങ്കിൽ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യമാണ്. അല്ല റഹീമേ, കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, ഇനി ബാക്കിയും റഹീം തന്നെ പറഞ്ഞോളൂ. റഹീം, ഇതിലെ പ്രശ്നം നിങ്ങൾ പറയുകയാണ്, MV ഗോവിന്ദൻ പറയുകയാണ് VD സതീശൻ അല്ല BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന്. കാരണം കൂട്ടായ പ്രക്ഷോഭത്തിന് വരുന്നില്ല. കൂട്ടായ പ്രക്ഷോഭത്തിന് തടസ്സം നിൽക്കുന്നത് എന്താണ് എന്ന് അവർ തിരിച്ചു ചോദിക്കുന്നു. അതിന് കൃത്യം മറുപടി വേണം. അല്ല വേണു ഒരു മിനിറ്റ് അങ്ങ് ശ്രദ്ധിക്കുക. ഞാൻ അങ്ങയുടെ അതിഥിയായി ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. എന്നോട് അങ്ങ് മാന്യത കാണിക്കണം. എനിക്ക് പറയാനുള്ള സമയത്ത് ഇടയിൽ കയറി ഇടപെടുന്ന രീതിയാണെങ്കിൽ എനിക്ക് ചർച്ചയിൽ സഹകരിക്കാൻ മനസ്സില്ല, താല്പര്യവുമില്ല. അത് അങ്ങ് വാക്ക് പറഞ്ഞിട്ട് നമുക്ക് തുടരാം. ഞാൻ ഇറങ്ങിയൊന്നും പോകുന്നത് മിണ്ടാതിരിക്കുക. അവിടെ നിങ്ങളിരുന്നോളൂ, ഞാൻ കേട്ടുകൊണ്ടിരിക്കാം. ഏത് ചോദ്യവും നേരിടാനുള്ള തുറന്ന മനസ്സോടെ ഇരിക്കൂ റഹീം. അല്ല വേണുവിൻ്റെ പരിപാടിയൊന്നും എൻ്റെ അടുത്ത് എടുക്കില്ല. അല്ല വേണുവിൻ്റെ അത്തരം പരിപാടികളൊന്നും എൻ്റെ അടുത്ത്, അത് ശരിയല്ല. എനിക്കെല്ലാറ്റിനും മറുപടി ഉള്ളതുകൊണ്ടല്ലേ എൻ്റെ പാർട്ടിക്ക് എന്താ ഒളിച്ചോടുന്ന പാർട്ടിയാണ്, നമ്മൾ പറയല്ലേ മറുപടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ കോലിട്ട് കുത്തുന്നതിനാ അതിനോടൊക്കെ താല്പര്യമില്ല. അല്ലല്ല, ഈ പറയുന്ന പൗരത്വ വിഷയം അത്രയും ഗൗരവമുള്ളതാണെങ്കിൽ നമുക്കിടയിൽ ഒരു തർക്കം എന്ന രൂപത്തിലേക്കും ഇതിനെ ചുരുക്കരുത്. അങ്ങ് മറുപടി പറഞ്ഞു പോകൂ. അല്ല മറുപടി പറയാൻ സമ്മതിക്കണ്ടേ? നിങ്ങൾക്ക് മറുപടിയല്ല, നിങ്ങൾക്ക് ക്ലാരിറ്റി അല്ല ആവശ്യം. നിങ്ങൾക്ക് ബഹളമാണ്, എന്നിട്ട് റേറ്റിംഗ് കൂട്ടലാണ്. അതിനെ ഇരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടലും എൻ്റെ ലക്ഷ്യം ഈ മുമ്പിൽ ഇവിടെ റഹീം പറയുകയാണ് ഇതിനൊരു പ്രോസസ് ഉണ്ടായിരുന്നു. ആ പ്രോസസിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തടസ്സം നേരിടുന്നത് എന്ന്. അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ? അല്ല, എനിക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം റഹീമെ. അങ്ങനെയാണെങ്കിൽ റഹീം മറുപടി പറയും. ജ്യോതി ഒരു മിനിറ്റ്, റഹീം മറുപടി പറയും. എനിക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. അതല്ല പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇവരൊക്കെ തമ്മിൽ വലിയ മത്സരമാണ്, പല ചാനലുകളും തമ്മിൽ. അവർക്ക് നല്ല റേറ്റിംഗ് കൂടണം. അതിന് ഞാനും വേണുവും തമ്മിൽ അടിക്കണം. അതിനൊരു അടി ഉണ്ടാക്കലാണ് എൻ്റെ ലക്ഷ്യം. അതല്ല, പ്രേക്ഷകരോട് പറയാനാവുന്നത് ഞാൻ. അപ്പോൾ പറയാൻ അനുവദിക്കണം. ഇതേ ഉള്ളൂ തർക്കം. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. എൻ്റെ പോയിന്റ് എന്താ? നിങ്ങൾ ഗോൾ പോസ്റ്റ് മാറ്റി വെക്കരുത്. ഇവിടുത്തെ നിങ്ങൾ പ്രശ്നത്തിൻ്റെ ഫോക്കസിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യരുത്. ഫോക്കസ് എന്താണ്? ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നടന്നിട്ടുണ്ട്. നടത്തിയ പ്രക്ഷോഭങ്ങൾ ഞങ്ങളും പ്രക്ഷോഭത്തിൻ്റെ പങ്കാളികളായിട്ടുണ്ട്. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഏതെങ്കിലും ആളുകളെ കേസെടുക്കാനോ വേട്ടയാടുകയോ ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ് പോളിസിയല്ല. അത് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമാനുസൃതമായി അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കുന്ന മട്ടിൽ എന്തെങ്കിലും ലാഗിങ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. അത് പരിശോധിക്കാൻ നിങ്ങൾ വേണമെങ്കിൽ വേറെ ചർച്ച നടത്ത്. ഞങ്ങളത് ചെയ്തില്ല എന്ന് പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഈ ഭരണഘടനാ വിരുദ്ധമായ രാജ്യത്തെ തകർക്കുന്ന സംഘപരിവാർ നടത്തിയ ഈ ഗവൺമെൻറ് നടത്തിയ നീക്കത്തിനെതിരെ ചർച്ച ചെയ്യേണ്ട സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടി ഇതുകൊണ്ട് കേട്ടുന്നതിൻ്റെ അർത്ഥം എന്താണ്?
അല്ല അത് റഹീം, ഇത് ശരിയല്ല. രാഷ്ട്രീയമായി ഇനി നിങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പറഞ്ഞു, ചോദ്യമാണിത്. ഞങ്ങൾ ക്ഷണിച്ചു എന്ന് സതീശൻ പറയുകയാണ് നിങ്ങൾ ക്ഷണിച്ചിട്ടും അതിനൊപ്പം അതാ ഞാൻ കൂടാത്തതിന്റെ മറുപടി കാരണം പറഞ്ഞത്. നിങ്ങൾ സംഘപരിവാറിന്റെ അതാണ് ഈ ഞാൻ അജണ്ട പറഞ്ഞത്. നടത്തിപ്പുകാരാണ് എന്ന്. അതിന് മറുപടി പറഞ്ഞാൽ മതി. പറയാം. അത് ചോദിക്കുക, അത് പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് ആണ്. ഞാൻ മറുപടി പറയാം. ഞാൻ ശ്രീ വി ഡി സതീശന് മറുപടി പറയാം. ശ്രീ വി ഡി സതീശൻ എന്തർത്ഥത്തിലാണ് ഒന്നാമത്തെ കാര്യം, ശ്രീ വി ഡി സതീശൻ്റെ അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇനി ബി ജെ പിയിൽ പോകാതിരിക്കുമോ എന്നതിനെക്കുറിച്ച് മാത്രം തലമുകഞ്ഞാൽ മതി. ഞങ്ങളെക്കുറിച്ച് തലമുകയണ്ട. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബി ജെ പിയോട് നിങ്ങൾ ഏതെല്ലാം തരത്തിലാണ് സഹകരിക്കുന്നത്? കോൺഗ്രസ് ഈ നിമിഷം വരെ പൗരത്വ ഭേദഗതി നിയമം എൻ്റെ നാട്ടിൽ നടപ്പിലാക്കില്ലെന്ന് എന്തുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രി പറയാത്തത്? എന്തുകൊണ്ടാണ് തെലങ്കാന മുഖ്യമന്ത്രി പറയാത്തത്? എന്തുകൊണ്ട് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി പറയുന്നില്ല? ഞാൻ വേണുവിനെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ കൂട്ടുകൂടുന്നത് സഹകരിക്കുന്നതും ഒക്കെ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് രാജ്യസഭയ്ക്കകത്ത് ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള ബില്ല്, സ്വകാര്യ ബിൽ കൊണ്ടുവന്നപ്പോൾ ഇവർ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നത്? ഒളിച്ചോടിയില്ലേ മുഴുവൻ പേരും? അതേസമയം അതേ രാജ്യസഭയ്ക്കകത്ത് അയോധ്യയിൽ ക്ഷേത്രം പണിതതിന് പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയം പാസ്സാക്കുമ്പോൾ ആ പ്രമേയം പാസ്സാക്കുന്നതിന് ഇവർ കൂട്ടുനിന്നു, അവിടെ ഇരുന്നു, അവർ സാക്ഷികളായി. ആ സഭയിൽ നിന്ന് ഞങ്ങൾ ഈ രക്തത്തിൽ പങ്കില്ല, ഞങ്ങൾ ഇതിലിരിക്കില്ല, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിപ്പോയി. CPM, ലീഗ് ഇറങ്ങിപ്പോയി, അവിടെ നിന്നിട്ട് സമാജ്വാദി പാർട്ടി ഇറങ്ങിപ്പോയി, അവിടെ നിന്ന് തൃണമൂൽ കോൺഗ്രസ് ഇറങ്ങിപ്പോയി, DMK ഇറങ്ങിപ്പോയി, RJD ഇറങ്ങിപ്പോയി. അപ്പോഴും ഇവർ ഇറങ്ങിപ്പോകുന്നില്ല, ഇവരവിടെ ഇരിക്കുകയാണ്. ഈവൻ ആം ആദ്മി പാർട്ടി ഇറങ്ങിപ്പോയി, ഇവരിറങ്ങിയിട്ടില്ല, ഇവരവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ BJPയോടൊപ്പം കൂട്ടുകൂടിയവരാണ്. പിന്നെ അവിടെ ക്ഷേത്രം പണിയാൻ ഈ കല്ല് കെട്ടി ഇവിടെ നിന്ന് കൊടുത്തുവിട്ടവരാണല്ലോ. ആ പണിയെല്ലാം ചെയ്തവരാണ്, അതിലൊന്നും അവർക്ക് പ്രശ്നമില്ല. ഇനി സർവോപരി കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളെ റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കോൺഗ്രസിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ റിക്രൂട്ട്മെന്റ് ആരംഭിക്കുകയാണ്, ഹോൾസെയിൽ റിക്രൂട്ട്മെന്റ്. ആ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. വേണു, ഒരു കേരളത്തിന് പുറത്തുള്ള അങ്ങയുടെ ഈ ചോദ്യങ്ങൾ പ്രസക്തമായിരിക്കുമ്പോഴും നിങ്ങൾ ഈ കേരളത്തിന് പുറത്താണ് ഈ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് അല്ലേ? അപ്പോൾ രാജ്യത്ത് ഈ സംസ്ഥാനത്തിന്റെ മാത്രം ഒരു ചെറിയ കണ്ണിലൂടെ കാണാൻ കഴിയുന്നതിനപ്പുറത്തെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിലപാടുകളും അതിനനുസരിച്ച് മാറ്റേണ്ടത് ഉണ്ട് എന്നത് നിങ്ങളുടെ തന്നെ ഈ പറയുന്ന തീരുമാനങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകേണ്ട, നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. ചോദ്യം ഇപ്പോൾ കേരളത്തിനകത്ത് നിന്നുകൊണ്ടാണ്. നിങ്ങൾ ഇവിടെ പറയുകയാണ് ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാകണം എന്ന്. ആ കൂട്ടായ്മയ്ക്ക് വിഘാതം നിൽക്കുന്ന ഘടകം നിങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പോൾ ജ്യോതികുമാർ നേരിടുന്ന അനീതി മോദി സർക്കാരിൽ നിന്നല്ല, ക്ഷണിച്ചുകൊണ്ടുവന്ന് പിന്നെ ബലിയാടാക്കാൻ പോകുന്ന നിങ്ങളുടെ രീതിയിൽ നിന്നാണ്. അതിനാണ് അവർക്ക് വേണ്ടതൊരു മറുപടി. എന്ത് നീതിയാണ്? കേസുകളെ സംബന്ധിച്ചാണ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ കേസുകളുടെ പേരിൽ ഏതെങ്കിലും ഒരാളെ ഞങ്ങൾ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ടോ? കേസെടുത്തിട്ട് 2019 വേണു. ആ കേസിൻ്റെ പേരിൽ വേട്ടയാടാനാണെങ്കിൽ ജ്യോതികുമാർ ചാമക്കാലയെ ഞങ്ങൾ പിടിച്ച് ജയിലിലിട്ടോ? ആ കേസിൽ പ്രതിയായ ആരെങ്കിലും പിടിച്ച് ജയിലിലിട്ടോ? ആരെങ്കിലും വീട്ടിൽ ഇതിലെ പ്രശ്നം ചില പോലീസുകാർ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. ഒന്ന്, ഈ നിയമപ്രക്രിയയെ സങ്കീർണമാക്കുന്ന രൂപത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഇവർക്കെതിരെയൊക്കെ എടുത്തിരിക്കുന്ന, അതിൽ നിങ്ങളുമുണ്ട് കേട്ടോ, നിങ്ങളും അത് നേരിടുന്നുണ്ട്, അത് എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ. പക്ഷെ ചില കുത്തിത്തിരിപ്പുകളുടെ ഭാഗമായി ഈ നിയമപ്രക്രിയയെ സങ്കീർണമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പിഴയടച്ചു പോകുന്നതിനടക്കമുള്ള കാര്യങ്ങളിലും നിരന്തരം കോടതി കയറിയിറങ്ങി ഇപ്പോഴും അതിൻ്റെ നൂലാമാലകളിൽ പെട്ടുകിടക്കുന്നവരുണ്ട്. മൂന്നാമതായി പരമപ്രധാനമായ കാര്യം, ഈ കേസുകൾ പിൻവലിക്കണമെന്ന നിർദ്ദേശം പല ഘട്ടത്തിൽ പോയിട്ടും അതിൽ തടസ്സവാദം ഉന്നയിച്ച് ശക്തമായി അതത് ജില്ലകളിലെ പോലീസ് മേധാവികളുടെയും അവരുമായി അടുത്ത വൃത്തങ്ങളുടെയും ഇടപെടലുകളുണ്ട്. ഇതൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ അവിടെയാണ് നിങ്ങൾ നേരിടുന്ന മറ്റൊരു ചോദ്യം. അതിനിപ്പോഴും അങ്ങ് വഴങ്ങുന്നില്ല മറുപടി നൽകാൻ. ഇത് സ്റ്റാലിന് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിൽ ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഒരു പരിദേവനമില്ല. അവിടെ നിങ്ങൾക്കൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് വീണ്ടും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തമിഴ്നാടിന്റെ അതിർത്തിക്കകത്ത് പ്രക്ഷോഭം നടത്താൻ കഴിയും. കാരണം അതിനുള്ള സാഹചര്യം എന്താണ് എന്ന് വിശ്വാസയോഗ്യമായി സ്റ്റാലിൻ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കഴിയില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ കഴിയുകയും കേരളത്തിൽ ഐക്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണഭൂതനാരാണ്? അല്ല, ഒരു കാര്യം വേണു മനസ്സിലാക്കേണ്ട കാര്യം, ഈ തമിഴ്നാട്ടിൽ കേസ് പിൻവലിച്ചു എന്ന് പറയുന്നത് ഏതൊക്കെ സ്വഭാവമുള്ള കേസുകളാണെന്ന്, ഇവിടെ പിൻവലിച്ച് കഴിഞ്ഞതും ഇനി പിൻവലിക്കാനുള്ളതും ഏതൊക്കെ കേസുകളാണ് എന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് നോക്കാതെ, വിഭജിച്ച് നോക്കാതെ പറയാനാവില്ല.
അത് പറയാം. ഞാൻ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ചോദ്യം ഉയർന്നു വരും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഡേറ്റ എടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ശരി ശരി. അല്ല, അത് ഞാൻ ഒരു വാദം നിലയിൽ അംഗീകരിക്കുന്നു. അതിന്റെ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമല്ലോ താങ്കളൊക്കെ പറയുമ്പോൾ ആധികാരികമായിരിക്കണം. ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് റഹീമെ, നമ്മളിലേക്ക് മാത്രമായിട്ട് ചുരുക്കണ്ട. അങ്ങൊന്ന് വഴങ്ങും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ റഹീം പറയുന്ന കാര്യങ്ങൾക്കുള്ള